കുറഞ്ഞു വന്നു. ആദ്യകാലത്തൊക്കെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വേദങ്ങളെ പഠിപ്പിക്കലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപവേദങ്ങൾ ഉണ്ടായി. അതായത് ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, സ്ഥാപത്യം മുതലായിട്ടുള്ള ഉപവേദങ്ങൾ ഉണ്ടായി. ക്രമത്തില് കർമ്മകാണ്ഡത്തെ ആശ്രയിച്ച വേദാംഗങ്ങൾ ശിക്ഷാകൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം ഇങ്ങനെയുള്ള വേദാംഗങ്ങൾ ഉണ്ടായി. പിന്നെ ജ്ഞാനകാണ്ഡത്തെ ആശ്രയിച്ച് ദർശനങ്ങളുണ്ടായി. ഇതൊക്കെ ഇപ്പം എന്താന്ന് തന്നെ അറിയില്ല വിദ്യാർത്ഥികൾക്ക്. സംഭവിച്ചു, അത്ഭുതം, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു അത്രേ എന്ന് അതാണ് ഇതിഹാസം. അതായത് ഇവിടെയുള്ള ചരിത്രം, ഇതൊക്കെ നടന്നതാ രാമായണം അല്ലേ, പുരാണ കഥകളൊക്കെ ഇല്ലേ, അതാണ് ഇതിഹാസം എന്ന് പറഞ്ഞാൽ. അത് മുഖ്യമായിട്ട് രണ്ട് ഇതിഹാസം, മഹാഭാരതവും രാമായണം. മഹാഭാരതം ഇതിഹാസം എഴുതിയതാരാ നമുക്കറിയാം, അറിയോ? ആരാ മഹാഭാരതം എഴുതിയതാരാ അറിയോ? ഒരു കുട്ടി പറഞ്ഞു എഴുതിയൊന്നും അല്ലാതെ അച്ചടിച്ചതോ, വേദവ്യാസനാണ് എഴുതിയത്. രാമായണം എഴുതിയതാരാണ്? വാൽമീകി മഹർഷിയാണ്. ഇങ്ങനെ രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ വാൽമീകി രാമായണം 24,000 ശ്ലോകങ്ങളാണ് വാൽമീകി രാമായണത്തിലുള്ളത്. പിന്നെ അതുകൂടാതെ അതിൻ്റെ തന്നെ ഒരു അംഗമാണ് വാസിഷ്ഠം, ജ്ഞാനവാസിഷ്ഠം എന്ന് പറയും. വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രൻ ഉപദേശിച്ചു കൊടുത്തതാണ് വാസിഷ്ഠം, ജ്ഞാനവാസിഷ്ഠം. അത് 32,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ 24,000 ശ്ലോകങ്ങള് രാമായണം, 32,000 ശ്ലോകങ്ങള് വാസിഷ്ഠം. ഇത് രണ്ടും കൂടെ കൂടിയതാണ്. അപ്പൊ 56 അവയവങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് അർത്ഥം. ആ ചൈതന്യം ഇല്ലെങ്കിലോ നമ്മൾക്ക് കയ്യോ കാലോ വിരലോ നനക്കാൻ പറ്റില്ല. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നൊക്കെ പറയില്ലേ നമ്മള്. ഇവന്റെ വിരല് നാളെ രാവിലെ പൊന്തോന്ന് ആർക്കും അറിയാം. രാത്രി പാരാലിസിസ് വന്ന് ഒരു ഭാഗം മുഴുവനെ കൂടെ കുഴഞ്ഞുപോയി. എത്ര ആള് കച്ചേരി ആനയും ടിക്കറ്റൊക്കെ അനേകായിരം ആളുകൾ വന്ന് നടന്നു. പാടാൻ തുടങ്ങിയപ്പോൾ ശബ്ദം ഇങ്ങോട്ട് പുറത്തേക്ക് വന്നില്ല. ഒരക്ഷരം പാടാൻ വേണം, ശുദ്ധമായിട്ടുള്ള സംഭവമാണ്. അന്ന് കച്ചേരി നടന്നില്ല, മിണ്ടാൻ വയ്യ. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞു ചെന്തകേതു. കാരണം എല്ലാ കൊല്ലവും ഏകാശിക്ക് ഗുരുവായൂര പാടാറ്. ഒരു കൊല്ലം കച്ചേരിക്ക് പോയി കാശ് കിട്ടാം. പക്ഷെ കാശ് കിട്ടിയാലും ഗുരുവായൂരപ്പനാ കൊടുക്കുക. അതൊക്കെ ഉദയാസ്തമനം പൂജ കഴിക്കാറ്റിയ. എന്നാലും ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടമായില്ല. അവിടെ വന്ന് നിലവിളിച്ചു. ആ വൈദ്യരെ കുടിച്ചുകൊണ്ടുപോയി ചികിത്സിച്ചു. എല്ലാം മാറി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് പാടി. അന്ന് തീരുമാനിച്ചു ഗുരുവായൂർ ഏകാശിക്ക് ഇനി ഗുരുവായൂരെ കച്ചേരി നടക്കൂ എന്ന് ചെമ്പൈ സത്യം ചെയ്തു. മരിക്കുന്നത് വരെ ഗുരുവായൂരിലാണ് ഏകാദശിക്കാലത്ത് ചെമ്പൈ ഭാഗവതര് കച്ചേരി നടത്തിയിട്ടുള്ളത്. അതും ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം ഗുരുവായൂരപ്പൻ്റെ അത്ര വലിയ ഭക്തനാണ് ചെമ്പൈ ഭാഗവതർ. അതുകൊണ്ട് എൻ്റെ ഭക്തന്റെ പേര് ഈ ലോകമുള്ള കാലം മുഴുവൻ നിലനിൽക്കണം എന്ന് ഗുരുവായൂരപ്പൻ സങ്കല്പിച്ചു. അതാണ് ശബ്ദം ഒന്നെങ്കിലും പിൻവലിച്ചത്. പിന്നെ ഏകാദശി കാലത്ത് ചെമ്പൈ അവിടെ മാത്രമേ പാടൂ. അതുകൊണ്ട് എന്ത് വന്നു? ഇപ്പോൾ ഗുരുവായൂർ ഏകാദശിക്കുള്ള സംഗീതോത്സവത്തിന്റെ പേര് ചെമ്പൈ സംഗീതോത്സവം എന്നാണ്. ഏകാദശി സംഗീതോത്സവം എന്ന് പറയരുത്, വേറെ എത്ര പേര് കൊടുക്കാം. എന്തിനാ ഈ ചെമ്പൈ സംഗീതോത്സവം? ഈ ലോകമുള്ള കാലം ഗുരുവായൂരപ്പൻ്റെ അമ്പലമുള്ള കാലം ചെമ്പൈ സംഗീതോത്സവം എന്ന പേരിൽ അറിയപ്പെടും. തൻ്റെ ഭക്തന്റെ പേര് ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. അതിന് ആ ശബ്ദം കൂടെ പിൻവലിച്ചത്. അത്രയേ ഉള്ളൂ. ശബ്ദം പിൻവലിച്ച എത്ര ആളുകളുടെ. അതായത് നമുക്ക് ഈ ശബ്ദം ഇപ്പം നാളെ ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. കഥകളി സംഗീതത്തിൽ ഏറ്റവും കേമന്മാരായിരുന്നു നമ്പിയശനും നെടുങ്ങാടി. അറിയുമെന്നറിയില്ല. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും എത്ര നല്ല പാട്ടുകാരാണ്. അവരെ രണ്ടുപേരും പാടുമ്പോൾ കാണാനുണ്ട് കേൾക്കാനുണ്ട്. പിന്നീട് രണ്ടുപേരും മരണപ്പെട്ടു. നമ്പിയശൻ, നെടുങ്ങാടി പാട്ട് നിർത്തി, കരിമ്പഴക്കാരനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ നെടുങ്ങാടിയെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ അങ്ങ് പാട്ട് നിർത്തിയത് എന്ന് ചോദിച്ചു. അതോ നല്ല കാലത്ത് ഒരുപാട് പാടിയില്ലേ, ഇപ്പൊ ശബ്ദം പോയി, ഇനി എന്തിനാ ചീത്തപ്പേര് സമ്പാദിക്കണേ, ഞാൻ പാട്ട് നിർത്തി. അപ്പൊ അദ്ദേഹത്തിന് ശബ്ദം പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാ. അത്ര മതിയെന്ന് ഭഗവാൻ സങ്കല്പിച്ചു. അപ്പൊ പാട്ട് നിർത്തി. ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ പാടാൻ? പക്ഷെ പറ്റില്ല. അപ്പോൾ ഒരു കാര്യവും നമ്മുടെ പിടിയിലല്ല. ഭഗവാന്റെ സങ്കല്പം എന്തുണ്ടോ അതേ നടക്കുള്ളൂ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈശ്വര സങ്കല്പമാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല. സീതാദേവി പറയും ഞാനെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ആളുകൾ രാവണ ചെയ്തെന്ന് വിചാരിക്കും. രാവൺ ഒന്നും ചെയ്യുന്നില്ല. സാക്ഷിയായിട്ട് ചൈതന്യമായിട്ട് ആത്മാവ് വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മുടെ കരചരണാദി അവയവങ്ങളല്ലേ പ്രവർത്തിക്കുന്നത്. ആ സത്യത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. അങ്ങനെ സീത ശ്രീരാമന്റെ അടുത്ത് ഹനുമാൻ ഉപദേശിച്ചു കൊടുത്തു. അത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊന്നും കേട്ടാൽ പറയാം, എനിക്ക് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയാം. അങ്ങനെയാണ് രാമായണ കഥ വിസ്തരിച്ച് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് നമുക്ക് ഇത് രാമായണം കിട്ടിയിട്ടുള്ളത്. നിർത്താന്ന് വെച്ചാൽ നിർത്താം, തുടർന്നെങ്കിൽ തുടരാം. 8 മണി കഴിഞ്ഞു. നാളെ 6 മണിക്ക് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കാം അല്ലേ? കാരണം വൈകിയാൽ പോകാൻ വിഷമം, എനിക്കൊരു വിഷമം. ഞാൻ പറഞ്ഞതാണ് അത്ര പറഞ്ഞു.